രാവിലെ നീച്ചപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് പോകാനൊരു തോന്നൽ കേട്ടോ. അപ്പം നേരെ വിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂക്കളൊക്കെ ഉള്ള ഭാഗം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചായയും റസ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെടുത്ത് കുടിച്ചു. നേവി ഒരു റസ്ക്കും ഞാനൊരു ചായയും എടുത്തിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശയും കടലക്കറിയായിരുന്നു, അതൊക്കെ കൂട്ടി കുടിച്ചു. അപ്പോഴേക്കും നേവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കളിയിലായി. എനിക്ക് കുറച്ച് അലക്കാനും തോരിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ പണിയിലുമായി. അപ്പോഴേക്കും നമ്മുടെ ചിന്നുകുട്ടീൻ്റെ അയൽവാസിയാണ് കേട്ടോ. അവൾ എനിക്ക് കുറച്ച് മൾബറി ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം ചോറുണ്ണാൻ നേരമായപ്പോൾ ഞാൻ കുറച്ച് തക്കാളിക്കറി കൂട്ടിയിട്ട് ചോറുണ്ണാനൊരു പൂതി. അങ്ങനെ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കി കേട്ടോ. ഇത് കഴിച്ചവർക്കൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അതും മീൻ വറുത്തതും മുതിരപ്പേരൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. പിന്നെ എനിക്ക് കുറച്ച് ഒരു ഓർഡർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ പാക്ക് ചെയ്യാൻ കേട്ടോ. ജ്വല്ലറിയുടെ പേജ് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. നമ്മുടെ ഗിവ് അവേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടും നാത്തൻ്റെ വീടും അടുത്തടുത്ത്. ഞാൻ വരുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ചേച്ചിയുടെ വീട്ടിലോട്ടുള്ള റോഡ്.